ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നെ റെഗുലറായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു മഡ് ഹൗസിൻ്റെ കൺസ്ട്രക്ഷനിലാണ്. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ പോലും അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. എനിവേ ഇപ്പോൾ ഏകദേശം അതിനൊരു ഫൈനൽ സ്റ്റേജിലാണ്. ഒരു 90% വർക്ക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 90% വർക്കിലും ഒരു 80% നമ്മൾ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മളൊരു മഡ് ഹൗസ് ചെയ്യുമ്പോൾ അത് അതിനകത്തൊരു മുഴുവൻ കാര്യങ്ങളും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടത്തെ ആളുകളുടെ രീതിയിലല്ലല്ലോ ഇന്ന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു മഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺവീട് ഉണ്ടാക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് കിട്ടാറില്ല. സോ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ സ്വന്തം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല ഗൈസ്. നമ്മുടെ ടിപ്പുകൂട്ടനുണ്ട്. ഇവനെ നമ്മുടെ വീഡിയോ കൂടെ എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ഫാൻസ് ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര സ്നേഹസമ്പന്നനാണ്. അത് കാണുന്ന പോലെ തന്നെയാണ്, ഭയങ്കര സ്നേഹസമ്പന്നനാണ്. ഇന്ന് നമ്മുടെ ടിപ്പു ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ടിപ്പു ഇന്ന് ചിക്കൻ കിട്ടിയിരിക്കുകയാണ്. ടിപ്പുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ. അപ്പോൾ പുള്ളി കുറച്ചും കൂടെ തരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ടിപ്പുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും എപ്പോഴെല്ലാം നമ്മുടെ കൂടെ വരും. നമ്മളൊരു 3-4 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടിപ്പുവിന് ശരിക്കും വയ്യാതായിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കൂടെ നമ്മുടെ കൂടെ ടിപ്പു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു അപ്ഡേഷൻ തരാൻ വേണ്ടി കുറച്ച് ആളായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. നമ്മളൊരു ദിവസം ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടിപ്പുവിൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവൻ്റെ കാലിലൊരു മരുന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്നാ സംഭവം എന്ന്. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവൻ്റെ ഈ കാല്. ഇത് കണ്ടോ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. ഗസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു നമുക്ക് ലോണിലേക്ക് വേണ്ട പുല്ലെല്ലാം ഷീറ്റായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെന്ന്. ഈ കാണുന്നുണ്ടോ, ഇതാട്ടോ ഷീറ്റായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയിലാട്ടോ. ഈ വണ്ടിയിൽ നമ്മൾ നിറച്ച് ഇതിൻ്റെ ഡിക്ക് ഫുള്ളായിരുന്നു. ഇത് ഭയങ്കര വെയിറ്റ് ആയിട്ട് ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഇവിടെ ടയറിൽ മുട്ടി അത്രയും സീനായിട്ടായിരുന്നു നമ്മളിത് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇത് കാണുന്ന പോലെയല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞില്ല, ഭയങ്കര വെയിറ്റ് ആട്ടോ. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ഇത് മുളയാട്ടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈറ്റയാണ്. ആക്ച്വലി ഇറ്റ്സ് ബാംബു. ഇത് 2 ടൈപ്പ് ബാംബു ഉണ്ട്. നിങ്ങൾ കൂടുതലും കണ്ടേക്കുന്നത് യെല്ലോ കളറിലുള്ളതായിരിക്കല്ലേ. അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മരത്തിൻ്റെ ഒക്കെ വലിപ്പമുള്ള ബാംബു ഉണ്ട്. പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് നമ്മുടെ നോർമൽ ബാംബു ഒക്കെ. ഇപ്പം ഓടി വരുന്നുണ്ട്. നമ്മുടെ മഡ് ഹൗസിലേക്ക് എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ ടിപ്പു ആട്ടോ. ടിപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. ടിപ്പുവിന് ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ടിപ്പു നമ്മളെ പോലെയാണ്. ഫുൾ ടൈം പുള്ളിക്ക് ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ട്രാവലൊക്കെ ചെയ്ത് നടക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. ഗൈസ്, നമ്മൾ വന്ന വഴിക്ക് ഈ നടുക്ക് കുറച്ച് ഷീറ്റൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നേ ചേട്ടനും അപ്പോടെ കൂടിയിട്ട് ഞങ്ങൾ സ്വന്തം ഇത് എടുത്തുകൊണ്ട് പോകാന്നുള്ള കോൺഫിഡൻസിലൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. പക്ഷേ പാളിപ്പോയി. ഗൈസ്, നമ്മൾ വന്ന വഴിക്ക് കുറച്ച് മുളയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം നമ്മുടെ ഇതിന് ചെറിയൊരു ഫെൻസിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഹൈറ്റൊന്നുമില്ല, നമ്മുടെ ഈ ഒരു ഹൈറ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. ഓവറോൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫീൽ എന്നാ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ചേട്ടൻ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് അപ്പുറത്തെ സൈഡ് നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നലെ എടുത്തോണ്ട് പോകുന്ന ഷീറ്റിൻ്റെ ബാലൻസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് നല്ല ഫ്രഷ് ഗ്രീൻ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഗൈസ്, അപ്പുക്കുട്ടൻ എവിടെ നിന്ന് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ പുല്ലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം നട്ടു വെക്കാൻ. ഉണ്ടാക്കുക പുല്ലാണ് നമുക്കിനി. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് നല്ല നൈസായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഈ കാണുന്ന ലൈറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്, നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ് വരേണ്ടതാ. അപ്പോൾ ഇവിടെ ഒരു കാലിടുവാണെങ്കിൽ അവിടുത്തെ ലൈറ്റ് വേണം. ഈ മറ്റേ ഇല്ലേ അവിടെ കാലിടും, ഈ താഴെ
ആ താഴെ ഒരു കാലിട്ടിട്ട് ചേർത്ത് ഇവിടെയും കാലിട്ട് ഇങ്ങനെ ഇടും. തെക്ക് വരുമ്പോഴല്ലോ ഈ തൂണിൻ്റെ പൊക്കം വരും. ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ വളഞ്ഞ റാവലെ വരണ്ടേ, അങ്ങോട്ട് ഇപ്പം ഇതിൻ്റെ മുട്ടുകൾ ഇവിടം വരെ ഇറങ്ങി നിൽക്കുക. ഇതേ അപ്പോൾ രണ്ടെണ്ണം ഇവിടം വരെ ഇറങ്ങി നിൽക്കും. സോ ഗൈസ്, ഞാൻ ഇത്രയും നേരം സെൽഫ് വ്ലോഗ് എടുത്ത് എൻ്റെ കൈയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞാൻ ഫോൺ വേറൊക്കെ പിടിക്കാൻ വേണ്ടി കൊടുത്ത് നമ്മുടെ മഡോസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബാക്ക് സൈഡിലേക്കുള്ളൊരു വ്യൂ. പിന്നെ നമ്മുടെ ഈ വെച്ചൊക്കെ നമുക്ക് കുട്ടി ഏലങ്ങളാട്ടോ. ഇതൊക്കെ ഇനി വളർന്നിങ്ങനെ ഒരുപാട് ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കാടാവും. നമുക്ക് ഈ താഴെയുള്ള മണ്ണൊന്നും കാണാൻ പറ്റില്ല. എന്നിട്ട് അതിന് മുകളിലൊരു ഫ്രെയിം ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഫ്യൂച്ചറിൽ നടക്കുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ക്യാമറമാൻ സൂക്ഷിച്ചടക്കണം. നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ കാണുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. കണ്ടോ? ഇതാണ് നമ്മൾ എന്താ പറയുക കുറച്ച് നേരമൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതിനുള്ളിൽ നമുക്കിങ്ങനെ ഇരിക്കാം. ദൂരെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം സാധനം വിചാരിക്കും ഇത് ഈറ്റയുടെ ഇലയാട്ടോ. സാധാരണ എല്ലായിടത്തും ഈ പുല്ലൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങളൊരു സാധാരണ റൂഫ് ചെയ്യുന്നത് കണ്ടേക്കുന്നത്. ഇത് ഈറ്റയാട്ടോ. നല്ല രസമാണ്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല വൈറ്റ് കളർ വരുവേ. അവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയൊക്കെ നിങ്ങൾ. അപ്പോഴത്തെ മല ഫുള്ളാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ. അടിപൊളിയാണ്. പിന്നെ ഇപ്പം അങ്ങനെ കാറ്റൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കാറ്റൊക്കെ വരും. നല്ല ഇളം കാറ്റൊക്കെ അടിച്ച് ഫുള്ള് ചൂടായിരിക്കുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ ഇളം കാറ്റൊക്കെ അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ എന്നാ ഫീലാണെന്നറിയോ. ഇതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനുണ്ട്. നമ്മൾ കാണുന്ന പോലെ വരാം. ഇതിൻ്റെ മോൾ ഭാഗം നിങ്ങൾ നോക്കിയൊക്കെ ഫുള്ള് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 100% സാധനങ്ങളും ഓർഗാനിക് സാധനങ്ങളാണ്. നമ്മൾ തന്നെ കാട്ടിപ്പോയി വെട്ടിക്കൊണ്ട് വന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സോ ഇത് 100% ഓർഗാനിക് സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട് കേട്ടോ. ഈ കുളം എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നറിയോ? ആക്ച്വലി നല്ല ആഴമുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയത് എന്നാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏലകൃഷിയാണല്ലോ. സോ ഏലകൃഷിയുടെ സമയത്ത് നമ്മുടെ കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ നനച്ച് ഈ വേനൽക്കാലത്തെ സമയത്ത് അത്യാവശ്യം നല്ലതായിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന കുളമാണ് ഇത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തും, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആമ്പലിടും. എന്ത് ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. അത് ഫ്യൂച്ചറിൽ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചെയ്യും ഗൈസ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ്സുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മുക്കാലും 99% സംഭവങ്ങളും ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങളാണ്. അല്ലാതെ നമ്മൾ മാക്സിമം ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രകൃതിയെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ, നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ സംഭവമേ അല്ല. അല്ലാത്ത ആളുകൾക്ക് സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമെന്ന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഏലക്ക എന്നെ നേരിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. ഏലക്ക ഏത് മരത്തിലുണ്ടാകുന്നതെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. സോ ഇതാണ് നമ്മുടെ ഏലം എന്ന് പറയുന്നത്. ഇതൊരു ബേബി പ്ലാൻ കേട്ടോ. ഇത് നമുക്ക് കുറേ ഇതുണ്ടോ, ഇത് കുറച്ച് അമ്മേ സോറി ഇത് കുറച്ച് അളവിന് നട്ട് വെച്ചാണ്. ഇനി നമ്മൾ ഓരോ വട്ടവും ഇങ്ങനെ ഇതിന് മരുന്നൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തെടുക്കണം. അത് വേണ്ട താഴേക്കൊക്കെ ഏലം തന്നെയാണ്. നോക്കിക്കോ, ഓവറോൾ അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നമ്മുടെ മഡോസിൻ്റെ എത്ര നാൾ കൊണ്ട് വലുതാവും? നാളെ വലുതാവോ? ഉറപ്പാണോ? ഏകദേശം ഇവിടെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഷീറ്റ് അതുപോലെ തന്നെ ഇട്ടു കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ തന്നെ ഇട്ടു.
നമ്മൾ ഈ കിടക്കുന്ന ഷീറ്റും കൂടെ കൂടി നനച്ച് കൊടുക്കണം ഗൈസ്. ഞാൻ വിചാരിച്ചു നമ്മൾ ഷീറ്റ് നനച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല, കാരണം ഓൾറെഡി ഉള്ളതാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഷീറ്റും കൂടെ കൂടി നനച്ച് കൊടുക്കേണ്ടി വരും. അതോടെ ഇങ്ങോട്ട് ഇട്ടോ കേട്ടോ. അവിടെ ഇപ്പൊ അടച്ച് ക്ലോസ് ചെയ്തിരിക്കുവോ? സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് കുറേ പുല്ല് കാര്യങ്ങളൊക്കെ ചെയ്തു. 3 സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയേ. ഇനിയും ഒരു 1 സൈഡ് പെൻഡിങ് ആണ്. നിങ്ങളിതേ ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയായിട്ടുണ്ട്. പക്ഷേ 6 മണിയൊക്കെ പോലെ മുഴുവൻ ഇരുട്ട. മിക്കവാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അമ്മ ടയേർഡാണ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.